ഗുഡ് മോർണിംഗ് ഡിയർ വൺസ്. ഇന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്, വർക്കിംഗ് ഓഫ് ഹാർട്ട്. നമുക്കറിയാം നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൻ്റെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതൊരു എന്താ പറയുക പമ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണല്ലേ. നമ്മൾ ഒരു താളാത്മകമായിട്ട് പമ്പ് പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു താളക്രമം ഇല്ലാതെയല്ല, ഒരു റിതമാറ്റിക്കായിട്ട്, അതായത് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഇത്ര തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഇത്ര തവണ എന്ന തരത്തിൽ ഒരു താളാത്മകമായിട്ട് നിരന്തരം മിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർ ഹാർട്ട് ബീറ്റ്സ് കണ്ടിന്യൂസ്ലി വിത്ത് എ റിതം. ഇനി പറയുമ്പം നമ്മൾ അതിൻ്റെ ഒരു ഹൃദയസ്പന്ദനം, അതായത് ആ ഒരു ഹൃദയത്തിൻ്റെ നമ്മൾ പറഞ്ഞൊരു സങ്കോച വികാസങ്ങൾ അല്ലേ, അതായത് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അതിന് തുടക്കം കുറിക്കുന്ന ഒരു നോഡൽ റീജിയൻ ഉണ്ട്, ഒരു നോഡുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അത് എട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് ഇരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സൈനോ എട്രിയൽ നോഡ്. സോ ദ ഇനിഷ്യേഷൻ ഓഫ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ആൻഡ് റെഗുലേഷൻ ഓഫ് ഹാർട്ട് ബീറ്റ് is by a nodal tissue which is called as sinoatrial node. So the regulation is controlled, or regulation of heart, the regulation of working of heart is performed by the sinoatrial node. It is called as the pacemaker. So it is called as pacemaker because it functions as an electric cell. ഓക്കെ, അതായത് നമ്മൾ ഈ സൈനോ എട്രിയൽ നോഡ് പറയുന്നത് എട്രിയത്തിൻ്റെ ഭിത്തിയിലാണെന്ന് പറഞ്ഞു. അതൊരു വൈദ്യുത സെല്ല് പോലെ പ്രവർത്തിക്കുന്നത് കാരണം അതിന് പേസ് മേക്കർ എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് പേസ് മേക്കർ? അതായത് ഹൃദയപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്, ഹൃദയപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഒക്കെ ഒരു വൈദ്യുത സെല്ല് നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ബാറ്ററി എന്ന് പറയില്ലേ, അതുപോലെ അതിന് തുടക്കം കുറിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു നോഡൽ ടിഷ്യൂ ആയതുകൊണ്ട് അതിനെ പേസ് മേക്കർ, അതായത് സൈനോ എട്രിയൽ നോഡ് ഈസ് ഓൾസോ നോൺ ആസ് പേസ് മേക്കർ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഹൃദയ പ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ കുറേ രക്തക്കുഴലുകൾ, അഥവാ നമ്മൾ ബ്ലഡ് വെസൽസും പിന്നെ ഹെഡ് ചേമ്പേഴ്സ്, അതാ ഹൃദയ അറകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഏത് അറയിലേക്ക് ഏത് ബ്ലഡ് വെസൽ ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്, ഫങ്ഷനിങ് ഓഫ് ഹാർട്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വലത് ഭാഗം, ഹൃദയത്തിൻ്റെ വലത് ഭാഗം അശുദ്ധ രക്തവും ഇടത് ഭാഗം ശുദ്ധരക്തമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വലത് എട്രിയത്തിലേക്ക് നമ്മുടെ മഹാസിരകൾ, അതായത് ഊർധ മഹാസിരയും അധോ മഹാസിരയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം എത്തിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, വലത് എട്രിയത്തിൻ്റെ അവിടെ നമുക്കറിയാം വലത് എട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലൊരു വാൽവ് ഉണ്ട്, അതായത് നമ്മൾ ട്രൈകസ്പിഡ് വാൽവ്, അതവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ആ ട്രൈകസ്പിഡ് വാൽവ് തുറക്കുന്നു. എപ്പോൾ ഈ വലത് എട്രിയം ബ്ലഡ് വെച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ ട്രൈകസ്പിഡ് വാൽവ് തുറന്ന് ആ ബ്ലഡ് എല്ലാം കൂടെ, ആ രക്തം എല്ലാം കൂടെ വലത് വെൻട്രിക്കിളിലേക്ക് ഒഴുകും. ഓക്കെ, വലത് വെൻട്രിക്കിളിലേക്ക് ഒഴുകും. വലത് വെൻട്രിക്കിളിൽ ഇപ്പോൾ ഇരിക്കുന്നത് അശുദ്ധ രക്തമാണ്, അതായത് ഓക്സിജൻ കുറവുള്ള രക്തമാണ്. സോ അതിനെ പ്യൂരിഫൈ ചെയ്യണം, അതായത് അതിനെ ശുദ്ധീകരിക്കണം. അതിന് വേണ്ടിയിട്ട് ശ്വാസകോശമാണ് കൂടുതൽ ഓക്സിജൻ ഇരിക്കുന്ന സ്ഥലം, അപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിടണം. അപ്പോൾ നമ്മുടെ വലത് വെൻട്രിക്കിളിലെ രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴലെ നമ്മൾ പഠിച്ചിരുന്നു, ശ്വാസകോശ ധമനി അല്ലേ. സോ അവർ റൈറ്റ് part or right side of the atrium or right side of the heart is carrying deoxygenated or oxygen poor blood. The superior and inferior vena cavas carries blood from various parts of the body to the right atrium. When this right atrium fills with blood, the tricuspid valve situated in between the right atrium and right ventricle opens. And when this valve opens, the blood flows into the right ventricle. From the right ventricle, for the purification purpose, this deoxygenated blood is carried to the lungs through an artery which is called pulmonary artery. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞു. ഇനി ശ്വാസകോശ സിരകൾ, അതായത് നമ്മൾ ഇനി വലത് ഭാഗമാണ് പറയാൻ പോകുന്നത്. വലത് ഭാഗം, ഹൃദയത്തിൻ്റെ വലത് ഭാഗം എപ്പോഴും ശുദ്ധരക്തത്തെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുദ്ധരക്തത്തെ കൈകാര്യം ചെയ്യുന്ന
വലത് വെൻട്രിക്കിളിലേക്ക് ശുദ്ധരക്തം കൊണ്ടുവരുന്നത്, അതായത് ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധരക്തം കൊണ്ടുവരുന്നത് ശ്വാസകോശ സിരകളാണ്. ശ്വാസകോശ സിരകൾ ശുദ്ധരക്തം കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ലെഫ്റ്റ് എട്രിയത്തിലേക്ക്, അതായത് നമ്മുടെ ഇടത് എട്രിയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ശ്വാസകോശങ്ങളിൽ നിന്നാണ് ഇടത് എട്രിയത്തിലേക്ക് നല്ല ഓക്സിജൻ, നല്ല ശുദ്ധരക്തം കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ വലത് എട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലൊരു വാൽവുണ്ട്. അതാണ് നമ്മൾ ബൈകസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു എട്രിയം, അതായത് ഇടത് എട്രിയം രക്തം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. എങ്ങനെ? ഈ ഒരു ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്യും, തുറക്കും. അപ്പോൾ ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇടത് വെൻട്രിക്കിളിൽ ഇപ്പോൾ ഉള്ളത് നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള രക്തമാണ്, അതായത് നല്ല ശുദ്ധരക്തമാണ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. കാരണം കലകൾക്കും എല്ലായിടത്തേക്കും ടിഷ്യൂസിന് എല്ലാം നമ്മൾ ഈ രക്തം ആവശ്യമുണ്ട്, ശുദ്ധീകരിച്ച രക്തം ആവശ്യമുണ്ട്, ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മഹാധമനിയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അത് നമ്മൾ ആ ഒരു സ്ട്രക്ചർ വെച്ചപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് നോക്കിയതാണ്. സോ the pulmonary vein carries pure blood from the lungs to the right atrium. When the right atrium fills with the pure blood, the bicuspid valve opens and the blood flows into the left ventricle. When the left ventricle fills with the pure blood, the bicuspid valve opens and blood flows to the left ventricle. And from this left ventricle, our aorta, the largest blood vessel called the aorta, carries thus pure blood into the various part of the body. അത്രയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്തതാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം വലത് എട്രിയത്തിലെത്തുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ഇടത് എട്രിയത്തിലും എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? എട്രിയം നിറയുന്നു അല്ലേ? എട്രിയം ഫില്ലാവും. എട്രിയം സങ്കോചിക്കുമ്പോൾ വെൻട്രിക്കിളിലേക്ക് പോകും. തുടർന്ന് വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറിയിലേക്കും അയോട്ട അഥവാ മഹാധമനിയിലേക്കും രക്തം പോകും. ഇനി ഇവിടെ ഒരു ചോദ്യമുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, എട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ തിരിച്ച് എട്രിയത്തിലേക്ക് ബ്ലഡ് പോകില്ല. കാരണം അവിടെ ബൈകസ്പിഡും ട്രൈകസ്പിഡ് വാൽവും അടയുന്നത് കാരണം ആ ഒരു തിരിച്ചുള്ള ഒരു ബ്ലഡ് ഫ്ലോ തടയും അല്ലേ? തിരിച്ചുള്ളൊരു രക്തമൊഴുക്ക് തടയുന്നു. ഇനി നമ്മൾ പറഞ്ഞു കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തമാണ് അല്ലേ? അവർ blood transport the oxygen and nutrients to the all of the tissue, and from that the excretory products also carried by the blood. ഇനി അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ വെച്ചിട്ടാണ് ഇത് ഓക്സീകരിക്കപ്പെടുന്നത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ട് ആ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത്രയാണ് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇനിയൊരു കാര്യം പറയാനുള്ളത് ദ്വിപര്യനാണ്, അതായത് ഡബിൾ സർക്കുലേഷൻ. അതായത് നമുക്കറിയാം ഈ ഒരു രക്തം എന്ന് പറയുന്നത്, ഒരേ രക്തം നമ്മുടെ ഹൃദയത്തിലൂടെ 2 തവണ കടന്നു പോകുന്നുണ്ട്. കാരണം ആദ്യം വരുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത, അതായത് ഓക്സിജൻ കുറവുള്ള രക്തമാണ് വരുന്നത്. അത് നമ്മുടെ ഇടത് ഭാഗം, അതായത് ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ലങ്സ് അഥവാ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ശ്വാസകോശത്തിൽ നിന്നും ശുദ്ധീകരിച്ച് വീണ്ടും ഇതേ രക്തം നമ്മുടെ ഹൃദയത്തിൻ്റെ ആദ്യം എത്തുന്നത് വലത് ഭാഗത്താണ്, അതായത് ശുദ്ധീകരിക്കാത്ത, പിന്നെ ഇടത് ഭാഗത്തേക്ക് ശുദ്ധീകരിച്ച രക്തം എത്തുന്നു. അങ്ങനെ ഒരേ രക്തം 2 തവണ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ നമ്മൾ ഈ ഒരു സർക്കുലേഷൻ, അതായത് ഈ രക്തപര്യനത്തെ ദ്വിപര്യനം, അതായത് ഇരട്ട രക്തപര്യനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ ഒരു സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും കൂടി ചേർന്നതാണ് ഇരട്ട രക്തപര്യനം. അതായത് പൾമണറി പര്യനം എന്ന് പറയുന്നത് നമുക്കറിയാം, വലത് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത രക്തം ശ്വാസകോശത്തിൽ പോയി തിരിച്ച് ഇടത് എട്രിയത്തിലേക്ക് ശുദ്ധീകരിച്ച് കൊണ്ട് എത്തിച്ചേരുന്നു. അതാണ് പൾമണറി സർക്കുലേഷൻ. പൾമണറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശ്വാസകോശം എന്നുള്ളതിൻ്റെ ഒരു മീനിങ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ്.
അപ്പോൾ പൾമണറി സർക്കുലേഷൻ എന്നാൽ ശ്വാസകോശത്തിൽ പോയി വരുന്ന ഒരു സർക്കുലേഷനെ, അതായത് പര്യനത്തെയാണ് നമ്മൾ പൾമണറി പര്യനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ശുദ്ധീകരിച്ച രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ വലത് ഭാഗത്തേക്ക് എത്തുന്ന ആ ഒരു സർക്കുലേഷനെ പറയുന്ന പേരാണ് സിസ്റ്റമിക് പര്യനം. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സെയിം ബ്ലഡ് പാസസ് ത്രൂ അവർ ഹാർട്ട് twice. Our heart blood circulation is called double circulation because it includes the pulmonary circulation and systemic circulation. What is pulmonary circulation? The deoxygenated blood from the right ventricle carries to the lungs, and from the lungs the oxygenated blood or purification occurs and oxygenated bloods return to the left atrium. That is called the pulmonary circulation. And what is systemic circulation? That means the oxygenated blood from the left ventricle passes through the aorta and reaches the various parts of the body, and then the remaining blood reaches to the right atrium. That circulation is called systemic circulation. So it includes both the circulation. Our circulation is called as double circulation. പിന്നെ നമ്മൾ ഈ ഒരു ആരോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. വിവിധ ഭാഗങ്ങളെത്തിക്കഴിഞ്ഞ് മഹാസിരാകൾ വഴി, അതായത് വീന കാവാസ് അല്ലേ, ഇടത് വെൻട്രിക്കിൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, ദെൻ വീനക്കാവ കഴിഞ്ഞ് റൈറ്റ് എട്രിയം, അതായത് വലത് എട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക്. അപ്പോൾ ആ റൈറ്റ് എട്രിയം വരെയുള്ളതാണ് സിസ്റ്റമിക് പര്യനം, അതായത് സിസ്റ്റമിക് സർക്കുലേഷൻ. പിന്നെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി അഥവാ നമ്മളെ പൾമണറി ആർട്ടറി എവിടേക്ക് എത്തിക്കുന്നു? ശ്വാസകോശങ്ങളിലെത്തി ശ്വാസകോശ സിര അഥവാ പൾമണറി വെയിൻ വഴി ഇടത് എട്രിയം ലെഫ്റ്റ് എട്രിയത്തിലെത്തുന്നു. ദാറ്റ് ഇസ് കോൾഡ് പൾമണറി സർക്കുലേഷൻ. ഇനി നമ്മുടെ ഈ ഒരു പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ഹൃദയത്തിലെത്തുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ ആഹാരത്തിൻ്റെ ദഹനവും ആഗിരണവും, അബ്സോർപ്ഷൻ ആൻഡ് ഡൈജഷൻ ഓഫ് ഫുഡ് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദഹനം കഴിഞ്ഞ് ആഗിരണം നടക്കുന്നത് ചെറുകുടലിലെ വില്ലസുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു ഇതിലൂടെ രക്തക്കുഴലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ചെറുകുടലിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ എങ്ങനെ ഹൃദയത്തിലെത്തിച്ചേരുന്നു എന്ന് പറയുന്നതിന് നമുക്കൊരു സംവിധാനമുണ്ട്. അതിന് പറയുന്ന പേരാണ് പോർട്ടൽ രക്തപര്യനം അല്ലെങ്കിൽ പോർട്ടൽ ബ്ലഡ് സർക്കുലേഷൻ. പോർട്ടൽ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓർഗനിൽ നിന്നും ഓർഗനിലേക്ക്, അല്ലെങ്കിൽ പോർട്ടൽ സർക്കുലേഷൻ ക്യാരീസ് ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. അതായത് നമ്മുടെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന പര്യനമാണ് പോർട്ടൽ സർക്കുലേഷൻ. ഇത് ഹൃദയത്തിലെത്തുന്നില്ല, അതിൻ്റെ മുന്നേ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് സ്ഥിരകളാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്, അതായത് വെയിൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ പോർട്ടൽ സർക്കുലേഷൻ. ഇവിടെ നമുക്ക് പറയുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ അഥവാ ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥയാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലിവർ അഥവാ ഹെപ്പാറ്റിക് എന്ന് പറയുമ്പം ലിവറാണ്, കരളിൽ എത്തിച്ചേരുന്ന സർക്കുലേഷനാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഈ പോർട്ടൽ സർക്കുലേഷൻ ഒരു അവയവങ്ങളിൽ നിന്നും ലോമികകളായിട്ട് ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നതാണ്. Okay, portal circulation start as capillaries in one organ and ends as capillaries in another organ. അതായത് നമ്മൾ ചെറുകുടലിൽ നിന്ന് ഉള്ള രക്തക്കുഴൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലോമികകൾ അഥവാ കാപ്പിലറീസ് ആയി ഡിവൈഡ് ചെയ്ത് നമ്മുടെ കരളിൽ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ നമ്മൾ ലിവറിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഈ രക്തക്കുഴൽ വീണ്ടും ബ്രാഞ്ചായി കുഞ്ഞു കുഞ്ഞു കാപ്പിലറീസ് അഥവാ ലോമികകളാവുന്നു. അവരാണ് ആ ഒരു കരളിലേക്ക് ഈ ഒരു
നമ്മുടെ പോഷക ഘടകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എത്തിക്കുന്നത്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിൽ നിന്നും ആഗിരണം ചെയ്ത പോഷക ഘടകങ്ങൾ ലിവറിലേക്ക് എത്തുന്നു. എങ്ങനെ? കുടലിലെ ലോമികകൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിര വഴി കരളിലെ ലോമികകളായിട്ട് മാറുന്നുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിര കരളിലെത്തി കരളിലെ ലോമികകളായിട്ട് മാറി കരളിലെത്തി. അവിടെ നിന്ന് ഹെപ്പാറ്റിക് സിരയാണ് മഹാസിര, അഥവാ നമ്മൾ വീനക്കാവാസ്, ഊർദ്ധമഹാസിരയും അഥവാ മഹാസിരയും പറഞ്ഞില്ല, അതുവഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. അതായത് കാപ്പിലറീസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ബിക്കംസ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ബൈ യുണൈറ്റിംഗ് ആൻഡ് ദസ് യുണൈറ്റഡ് ബ്ലഡ് വെസൽ അഗെയിൻ ഡിവൈഡ്സ് ഇൻറ്റു ഹെപ്പാറ്റിക് capillaries. Then intestinal capillaries becomes portal vein and then hepatic vein. അങ്ങനെ കരളിൽ then reaches the liver. Then the hepatic vein carries blood to the vena cavas and then finally reaches the heart. ആ ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കരളിലേക്ക് രക്തം എത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട്. കാരണം കരൾ എന്ന് പറയുന്നത് പോഷക ഘടകങ്ങളൊക്കെ നമ്മുടെ കരളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം കരൾ ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. അതായത് ലിവർ ഈസ് ദി സെൻറ്റർ ഓഫ് മെറ്റബോളിക് ആക്ഷൻസ്. വൈ ദീസ് സിമ്പിൾ ന്യൂട്രിയൻസ് ക്യാരീസ് ടു ദി ലിവർ? ബിക്കോസ് ലിവർ ഈസ് ദി സെൻറ്റർ ഓഫ് മെറ്റബോളിക് ആക്ഷൻസ്. അതായത് നമ്മൾ പറയുമ്പം നമ്മുടെ കരളാണ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഉപാപചയ പ്രവർത്തന കേന്ദ്രം. നമ്മൾ മദ്യപിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ആ ഒരു നമ്മുടെ ശരീരത്തിലെത്തുന്ന ഹാനികരമായിട്ടുള്ള വസ്തുക്കളൊക്കെ കുറഞ്ഞ ഹാനികരമായിട്ടുള്ള, അതായത് നല്ല ഹാനികരമായിട്ടുള്ള വസ്തുക്കളെ ലെസ് ഹാംഫുൾ, അതായത് കുറച്ച് അതിൻ്റെ ഒരു കഴിവ് കുറച്ച് നമുക്ക് ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് എപ്പോഴും കരളാണ്. അപ്പോൾ മദ്യപിക്കുന്നത് എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു വിഷവസ്തുക്കളൊക്കെ മാറ്റാൻ വേണ്ടി കരൾ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോഴാണ് ലിവർ സിറോസിസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് കരളിനെ കുറിച്ച് പറയാനുള്ളത്, കരൾ ഒരു ഉപാപചയ പ്രവർത്തന കേന്ദ്രമാണ്, മെറ്റബോളിക് സെൻറ്ററാണ്. ഇവിടെ നമ്മൾ 3 പ്രവർത്തനങ്ങളാണ് അതിനു വേണ്ടി പറയുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നുണ്ട്, ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നുണ്ട്, കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് കരളിലാണ്. കാരണം കരളിൽ വെച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നതിനാൽ ഇവിടേക്കാണ് പോഷക ഘടകങ്ങൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലഘുപോഷകങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, ഈ ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഗ്ലൈക്കോജനാക്കി സംഭരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഫാറ്റ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കാൻ പറ്റുള്ളൂ. കൊളസ്ട്രോൾ എന്ന് പറയുന്നതും ഫാറ്റിൽ നിന്ന് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഈ കരളിൽ ഇതെല്ലാം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ആക്ഷൻസ്, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ വഴി ഇതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കരളിലേക്ക് ആദ്യം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് 3 functions of liver. Our liver converts the glucose to the glycogen with the help of a hormone which is called insulin, and it liberates the energy from the fat. It also involved in the production of cholesterol. So from these it can be concluded that the liver is the major metabolic site. So the nutrients from the intestine should reach the liver for the metabolic actions. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് ലിവറിൽ നിന്ന് പിന്നെ അത് ഹെപ്പാറ്റിക് സിര വഴി മഹാസിര, അതായത് വീനക്കാവാസ് വഴി ഹൃദയത്തിലേക്ക് പിന്നീട് എത്തുകയാണ് ചെയ്യുക. പിന്നെ ഹൃദയം ഈ പോഷക ഘടകങ്ങളെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കും. അത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, താങ്ക് യു.